നമസ്തേ. രമേശ് ചെന്നിത്തല സാറേ, ചെവിയിൽ നുള്ളിക്കോ. വട്ടിയൂർക്കാവ് SHO ശ്രീ വിപിൻ സാറേ, ഈ കഴിഞ്ഞ ദിവസം വനിതാ പോലീസ് ഇല്ലാതെ വീട് കയറിയ ഈ സംഭവം നമ്മളാരും മറക്കില്ല കേട്ടോ. നീതിക്ക് രണ്ട് നിറമുണ്ടോ സാറേ? ഒന്ന്, ആര് എപ്പോൾ എവിടെ? BJP വാഴോട്ടുകോണം കൗൺസിലർ R സുഗതൻ ചൊവ്വാഴ്ച രാത്രി വട്ടിയൂർക്കാവ് CPT ജംഗ്ഷനിലെ വീട്ടിൽ വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം. AR ക്യാമ്പിൽ നിന്ന് വരെ ഫോഴ്സ്, കയ്യിൽ തോക്ക്. നോട്ട് ദ പോയിന്റ്. SHOയ്ക്ക് തോക്ക് ചൂണ്ടാൻ അവകാശമുണ്ടോ? നിയമം എന്ത് പറയുന്നു? CRPC സെക്ഷൻ 46, ഇപ്പോൾ BNS സെക്ഷൻ 43 അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതി എതിർക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ പോലീസിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 30 പ്രകാരം ക്രമസമാധാന പാലനത്തിനും കുറ്റവാളിയെ പിടിക്കാനും ആയുധം ഉപയോഗിക്കാം. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് കേരള ആയുധ പ്രയോഗം അവസാന മാർഗമായിരിക്കണം. തോക്കു ചൂണ്ടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. പ്രതി സായുധനാണ്. പോലീസിനെയോ ജനങ്ങളെയോ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മറ്റു മാർഗമില്ല. ജനക്കൂട്ടം പോലീസിനെ തടയുന്നു. അറസ്റ്റ് തടസ്സപ്പെടുത്തുന്നു. സ്ഥിതി നിയന്ത്രണം വിടുന്നു. 2, എന്ത് സംഭവിച്ചു? അർദ്ധരാത്രി വീട് വളഞ്ഞു. ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ തോക്ക് ചൂണ്ടി. വനിതാ പോലീസില്ല. നാട്ടുകാരും BJP പ്രവർത്തകരും തടയാൻ ശ്രമിച്ചപ്പോൾ SHO വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നാടകീയ അറസ്റ്റ്. പിന്നെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന. കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക്. 3, പോലീസ് പറയുന്നത് എന്ത്? കഴിഞ്ഞ മാസം വട്ടിയൂർക്കാവിലെ ക്ഷേത്ര ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ വധശ്രമ കേസ്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. 7-ാം തീയതി കീഴടങ്ങേണ്ടതായിരുന്നു. ഹാജരാകാത്തത് കൊണ്ട് അറസ്റ്റ്. 4, ഇവിടെയാണ് ചോദ്യം. ചോദ്യം നമ്പർ 1, നടപടിക്രമം എവിടെ? ജാമ്യം നിഷേധിച്ച പ്രതി കീഴടങ്ങിയില്ലെങ്കിൽ സമൻസ് അയച്ച് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയാണ് സാധാരണ രീതി. അതല്ലെങ്കിൽ വാറണ്ട്. ഇവിടെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് കുടുംബത്തിന്റെ മുന്നിൽ തോക്ക് ചൂണ്ടി ആകാശത്തേക്ക് വെടിവെച്ചുള്ള ഷൂട്ടിംഗ് സ്ക്വാഡ് സൈറ്റിൽ എന്തിനാണ്? ജനപ്രതിനിധിയെ സ്റ്റേഷനിലേക്ക് വിളിച്ച പോരായിരുന്നോ? ചോദ്യം നമ്പർ 2, പോലീസിന് 2 രീതിയാണോ? EDയെ കൊല്ലാൻ ശ്രമിച്ച പ്രതി പട്ടാപ്പകൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചപ്പോൾ മുട്ടിടിച്ച പോലീസ് എവിടെയായിരുന്നു? അന്ന് ഈ 7-ാം കുലി നേതാക്കൾക്ക് മുന്നിൽ ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വരെ പ്രതികളെ വിട്ടുതരാൻ കരഞ്ഞു പറഞ്ഞത് നമ്മൾ കേട്ടു. എന്താ നിങ്ങൾ അവിടെ തോക്ക് ചൂണ്ടി രാജ്യദ്രോഹം ചെയ്ത EDയെ കൊല്ലാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത്? ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തപ്പോൾ പിടിച്ചു മാറ്റാതെ കാഴ്ചക്കാരായി നിന്ന പോലീസ് ആരായിരുന്നു? ചീമുട്ടിയും കല്ലും EDക്ക് നേരെ വന്നപ്പോൾ എണ്ണി നോക്കി നിന്ന അതേ പോലീസാണോ ഇത്? മുട്ടയെറിയുന്നവൻ ഓടിയപ്പോൾ അവന്റെ മുട്ട നോക്കി നിന്നവരല്ലേ നിങ്ങൾ? അന്ന് ഉറങ്ങിപ്പോയ നിയമം BJP കൗൺസിലറുടെ വീട്ടിൽ മാത്രം അർദ്ധരാത്രി സിംഹമായി ഉണർന്നത് എന്തുകൊണ്ട്? ചോദ്യം നമ്പർ 3, ഇതിന്റെ പിന്നിൽ ആര്? SHO വിപിനെതിരെ BJP വലിയ സമരം നടത്തിയിരുന്നു. അല്ലെങ്കിലും SHO വിപിന് നമ്മുടെ സംഘം പ്രവർത്തകരെ കാണുന്നത് വല്ലാത്തൊരു അലർജിയാണ്. തുടർന്ന് വിപിൻ അവധിയിൽ പോയി. അവധി കഴിഞ്ഞ് തിരികെ വന്നപ്പോഴാണ് ഹൈക്കോടതി വിധി വരുന്നതും ഈ അർദ്ധരാത്രി നാടകം അരങ്ങേറുന്നതും. വട്ടിയൂർക്കാവ് SHOയും ആഭ്യന്തര വകുപ്പും ഒത്തുകളിച്ച നാടകമെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ സാർ ഒരു ഓർമ്മപ്പെടുത്തൽ. ജയറാം പടിക്കൽ എന്ന പേര് കേട്ടിട്ടുണ്ടോ? DIG ലക്ഷ്മണനെ ഓർമ്മയുണ്ടോ? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചട്ടുകമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുടെ ഗതി എന്തായെന്ന് കേരളത്തിനറിയാം. ഇന്ന് SHO വിപിൻ നടത്തുന്ന രക്ഷാപ്രവർത്തനം നാളെ സർവീസ് ഫയലിലെ കറുത്ത അധ്യായമായി മാറും. അവറാച്ച പണി വരുന്നുണ്ട്. ലക്ഷ്യമെന്ത്? തിരുവനന്തപുരം നഗരസഭാ ഭരണം അട്ടിമറിക്കുക. ജയിച്ചു വന്ന ജനപ്രതിനിധിയെ കാപ്പ ചുമത്തി റൌഡി ലിസ്റ്റിൽ പെടുത്തി അർദ്ധരാത്രി വെടിവെപ്പ് നടത്തി ഭയപ്പെടുത്തിയാൽ ജനാധിപത്യം തോൽക്കുമെന്ന് കരുതേണ്ട. പിടികിട്ടാപ്പുള്ളികളെ പിടിക്കാൻ ഇത്ര ശുഷ്കാന്തി ഉണ്ടെങ്കിൽ മുൻപ് കേരളം ഭരിച്ച പാർട്ടിക്കാർ ആയിരക്കണക്കിന് പേർ ഞെളിഞ്ഞു നടക്കുന്നുണ്ട്. എന്താ അവരെ ഇതുപോലെ രാത്രി വീട്ടിൽ ചെന്ന് പിടിക്കാൻ ധൈര്യമുണ്ടോ പോലീസെ? ലിസ്റ്റ് ഞാൻ തരാം. അവിടെയൊക്കെ മുട്ടിടിക്കുന്ന നിയമം BJP നേതാവായാൽ മാത്രം വീട് വളയുന്ന നിയമം ആയതെങ്ങനെ? അവസാന വാക്ക്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഈ ഉത്സാഹം എല്ലാ കേസിലും കാണിക്കണം. CPM നേതാവായാൽ മുട്ടിടിക്കും, BJP നേതാവായാൽ രാത്രി വെടിവെപ്പും എന്നതാണ് പുതിയ നീതി എങ്കിൽ ജനം തിരിച്ചറിയും. ജനങ്ങൾ കാണുന്നുണ്ട്, കുറിച്ചു വെക്കുന്നുമുണ്ട്. കാലം കണക്ക് ചോദിക്കും. ഇതും പോകും. മമതാ ബാനർജിയുടെ കീഴിൽ പുലിയായി കഴിഞ്ഞവരുടെ അവസ്ഥ വാർത്തകളിൽ നാം കാണുന്നുണ്ട്. ഓർത്താൽ നന്ന്. ആലപ്പുഴ പിണറായി വിജയൻ സാറിന്റെ ഗൺമാൻമാർ, ശ്രീമതി വീണ വിജയന്റെ ഗൺമാൻ എന്നിവർ കിടന്ന് മൂക്കിട്ട് ഇച്ഛയിഞ്ഞ വരയ്ക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? സാറിത് മറക്കും, എന്നാൽ ആ പിള്ളാരിത് ഓർമ്മിച്ചു വെക്കും.
കാലം ഒരു കണക്കും മറക്കില്ല സാർ. അങ്ങേക്ക് നല്ലത് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ രമേശ് ചേട്ടനും.